ആഗമനകാലം ഡിസംബർ 22. തിരുവചനം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 1:46. പലസ്തീനായിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ച ഗ്രാമീണ പെൺകുട്ടിയുടെ നാവിൽ നിന്ന് വരുന്ന വിപ്ലവഗാനമാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം. പിതാവായ ദൈവം മറിയത്തെ ദൈവമാതാവായി തിരഞ്ഞെടുക്കുക മാത്രമല്ല, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് മനുഷ്യരക്ഷയെക്കുറിച്ചുള്ള പദ്ധതികളും തൻ്റെ പുത്രൻ സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും മറിയത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ലോകം പടുത്തുയർത്തുന്ന സാമ്രാജ്യങ്ങൾ ഒന്നും നിലനിൽക്കുകയില്ല എന്ന് മറിയം കാണുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള ബോധ്യത്തിൽ മറിയം സ്തോത്രഗീതത്തിൽ ഉദ്ഘോഷിക്കുകയാണ്. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കും, ശക്തന്മാരെ സിംഹാസനങ്ങളിൽ നിന്നും മറിച്ചിടും, എളിയവരെ ഉയർത്തും, തൻ്റെ കാരുണ്യം അനുസ്മരിച്ച് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കും, അബ്രഹാമിനോടും തൻ്റെ സന്തതികളോടും ചെയ്ത വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് ഈ ഭൂമിയിൽ ഒരു പുതിയ ലോകക്രമം, യേശു സ്ഥാപിക്കുന്ന ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമാകും എന്ന് മറിയം പ്രഖ്യാപിക്കുകയാണ്. കടുകുമണി പോലെ യേശു ആരംഭിച്ച ദൈവരാജ്യം ഒരു വടവൃക്ഷമായി വളരുവാൻ, യേശുവിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ നമുക്കും പങ്കുചേരാം. കൂട്ടായ്മയിൽ പരസ്പരം കൈകൾ കോർത്ത് നമുക്ക് ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമാക്കുവാൻ രംഗത്ത് നിന്ന് പ്രവർത്തിക്കാം.